4 തരത്തിലുള്ള പാപമുണ്ട്. ഒന്ന് പ്രവൃത്തിയിലുള്ള പാപം, സിൻ ഇൻ ആക്ഷൻ, പ്രവൃത്തിയിലുള്ള പാപം. ഇനി പ്രവൃത്തി പാപം ചെയ്തില്ല, പിന്നെന്താ? മനസ്സിൽ പാപം ചെയ്തു. ഇവിടെ ഇരുന്നോണ്ട് ചേച്ചി ചിന്തിച്ചു, ആ കോന്തൻ എന്തിനാ അവിടെ പോയി നിൽക്കുന്നത്? പ്രൈസ് ദ ലോർഡ്. എനിക്ക് ഭയങ്കര ദർശനവരാണ് ചേച്ചി. അപ്പോ മനസ്സിലുള്ള പാപം. മൂന്നാമത്തേത് അവയവങ്ങളിലുള്ള പാപം. അതെന്താണെന്നറിയോ? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവയവങ്ങളുടെ പാപം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സിസ്റ്റർ എന്നെ കുറേ തെറി പറഞ്ഞു, ഞാനത് അറിഞ്ഞു. എന്നിട്ട് ഞാൻ വന്നിട്ട്, ഞാനൊരു അച്ഛനല്ലേ, സുവിശേഷകനല്ലേ, മാന്യമായിട്ടൊക്കെ പെരുമാറണം എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ സിസ്റ്ററിനോട് കുറച്ചൊക്കെ സ്നേഹമായിട്ട് സംസാരിച്ചിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ എൻ്റെ മുഖം പതുക്കെ മാറും. ഇനി സിസ്റ്ററിന് എന്തെങ്കിലും ഒരു ആപത്തുണ്ടായെന്ന് കേട്ടാൽ ഞാൻ ചിന്തിക്കുന്നില്ലൊന്നും, പക്ഷെ എന്താന്നറിഞ്ഞൂടാ, ഉള്ളിൽ ഭയങ്കര ഒരു സന്തോഷം. അല്ലേ? നമ്മൾ ചിന്തിച്ചല്ല, അത് എവിടുന്നോ ഒരു സന്തോഷം വരികയാണ് അത് കേൾക്കുമ്പോൾ. ശരിയല്ലേ? അത് എൻ്റെ ഉള്ളിൽ നടക്കുന്നതൊക്കെ അച്ഛൻ എങ്ങനെ അറിഞ്ഞെന്നാണ്. ഇനി 4ാമത് വേറൊരു പാപമുണ്ട്. എന്താണെന്നറിയാം? ആ പാപത്തിൻ്റെ പേരാണ് നമ്മുടെ നന്മപ്രവർത്തികൾ. അതായത് നമ്മുടെ നന്മപ്രവർത്തികൾ തന്നെ ഒരു പരിധി വരെ പാപമാണ്. എന്താ കാര്യം എന്നറിയാമോ? ഇപ്പോൾ റിബിൻ പള്ളിക്ക് ഒരു കൊടിമരം കൊടുത്തു. ഒരു നന്മപ്രവൃത്തിയാണോ? അതെ. ഈ കൊടിമരം കാണുമ്പോഴെല്ലാം റിബിന് തോന്നുകയാണ്, ഞാൻ കൊടുത്താ. പ്രവൃത്തി നല്ലതാണോ? അതെ. പക്ഷെ ആ നന്മ പ്രവൃത്തിക്കകത്ത് എന്തുണ്ട്? ഒരു പ്രൈഡുണ്ട്. ഒരു പ്രൈഡ് മാത്രമല്ല, കൊടിമരം കൊടുത്ത എന്നെ കണ്ടിട്ട് വികാരി അച്ഛൻ വലിയ മൈൻഡില്ലാതെ പോയി. അപ്പൊ കൊടുത്ത എൻ്റെ മൈൻഡിൽ എന്താ വരുന്നേ? നന്ദിയില്ലാത്തവന്മാര്. ലോകയിട്ട ഒരെണ്ണത്തിനും നന്ദിയില്ല. പണ്ടേ വല്യപ്പം പറഞ്ഞിട്ടുള്ളതാണ്, ലോകയിട്ട ഒരെണ്ണത്തെയും നമ്പരുത്. അത് അയാൾ എന്നെ കണ്ടിട്ടൊന്ന് ബഹുമാനിച്ചാൽ എന്നാ കുഴപ്പം? ഞാൻ കൊടിമരം കൊടുത്തതല്ലേ? ആണോ? അപ്പോ 1 പ്രൈഡുണ്ട്, 2 പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ട്. ഈ ചെയ്ത നന്മപ്രവൃത്തിയെ പ്രതി പ്രതിഫലം. അതുകൊണ്ട് ഇങ്ങനെ പറയാറുണ്ട്, എവറി ഗുഡ് ആക്ഷൻ ഈസ് കണ്ടാമിനേറ്റഡ് ബൈ പ്രൈഡ് ഓർ വിഷ് ഡിസയർ ഫോർ റിവാർഡ്. പ്രതിഫലത്തിന് വേണ്ടിയുള്ള ആഗ്രഹത്താലോ അഹങ്കാരത്താലോ എല്ലാ നല്ല പ്രവൃത്തികളും മലിനമാക്കപ്പെടുന്നുണ്ട്.